ആദ്യം തന്നെ സ്ത്രീകൾ അധികം വരാത്ത ഒരു ഏരിയ ആണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അത്തരം ക്യാമ്പയിൻ, അത്തരം ട്രെയിനിങ് പ്രോസസ്സിലേക്കൊക്കെ. എങ്ങനെയാണ് സഹല ഈ ഒരു വ്യത്യസ്തമായ പാത തെരഞ്ഞെടുത്തത്? എന്തായിരുന്നു അതിന്റെ ഒരു ഇൻട്രസ്റ്റ്? ഞാൻ ഈ ഫീൽഡിലേക്ക് പ്ലാൻ ചെയ്ത് വന്നൊന്നുമല്ല, പക്ഷെ എന്താ പറയുക, വായിച്ചു തുടങ്ങി അതിൽ നിന്ന് എൻ്റെ ലൈഫിലൊരു വ്യത്യാസം കണ്ടു തുടങ്ങിയപ്പോൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ ആദ്യം കുട്ടികൾക്കായിരുന്നു പറഞ്ഞു കൊടുത്തത്, പിന്നെ ഒരുപാട് വേദികൾ വന്നു. ആ വേദികളിൽ നിന്ന് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു, അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ മോട്ടിവേഷൻ എന്നുള്ളത് മറ്റുള്ളവരുടെ റിവ്യൂസാണ്. ഈ പ്രോഗ്രാമിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടാവേണ്ടെന്നുള്ള ഒരു അറിവാണ്. എങ്ങനെയാണ് സഹലയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ? എത്രത്തോളം വ്യത്യസ്തമായ രീതിയിലാണ് സഹലയുടെ ട്രെയിനിങ് നടക്കുന്നത്? വ്യത്യസ്തം എന്നല്ല, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് എന്താ പറയുക, എൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ പറ്റുക, എൻ്റെ ഉള്ളിൽ റിയാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് വളരെ നല്ല റെസ്പോൺസാണ്. എന്താ പറയുക, അത് പ്രോഗ്രാംസിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും FBയിലാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ല അഭിപ്രായങ്ങളും അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള എൻ്റെ ഒരു അറിവാണ്. അപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ കഴിവല്ല, അത് ദൈവം എനിക്ക് തന്നിട്ടുള്ളൊരു കഴിവാണ്, അല്ലെങ്കിൽ എന്നിലൂടെ പല മെസ്സേജസും ലോകത്തിലൂടെ എത്തുന്നു എന്നുള്ളതാണ്. ഇതൊരു വലിയ വിഭാഗമാണ്. വിദ്യാർത്ഥികൾ ഉണ്ടാവാം, ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകാം, ഇതിലൊന്നും പെടാത്ത മറ്റ് ബിസിനസ് അത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. ഇവർക്കെല്ലാം ഇത്തരത്തിലുള്ള ക്ലാസുകൾ നടത്താറുണ്ട്, പല ഘട്ടങ്ങളിലായി പല തരത്തിൽ. ഇതിലേതാണ് സഹല ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാറ്? റിയലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞോളൂ. ഞാൻ കൂടുതൽ ചെയ്യാറ് എന്താ പറയുക, കമ്പനീസിനും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കുമാണ്. ആൻഡ് ഓൾസോ എനിക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഏരിയ ആണ് എന്താ പറയുക, സ്റ്റുഡൻസ് ആണ്. കാരണം ഇപ്പം എല്ലാവർക്കും മാനസിക പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ആർക്കും സന്തോഷമില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ നേരിടില്ല എന്നല്ല, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതെങ്ങനെ എന്താ പറയുക, ചങ്കർപ്പോട് കൂടി നേരിട്ട് അതിനൊരു ബ്യൂട്ടിഫുൾ റിസൾട്ട് കൊണ്ടുവരിക. അതിന് നമ്മൾ എന്തായാലും തോക്കാനുള്ളതാണെങ്കിൽ തോക്കും, പക്ഷെ അത്രയും കാലം ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് ഇരിക്കുന്നതിന് പകരം ഒരു നല്ല എക്സ്പെക്റ്റേഷനോട് കൂടി ആ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ, പല ആൾക്കാരും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കഴിവുകളിൽ അവർക്ക് വിശ്വാസമല്ല. അവർ മറ്റൊരാളെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അവർ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് നമ്മളെ വെച്ച് മാത്രമാണ്. ഇന്നലെ ഞാൻ എന്താണ്, നാളെ ഞാൻ എന്താവാൻ പോകുകയാണ്. ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ പ്ലാനിങ്ങിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ബ്യൂട്ടിഫുൾ റിസൾട്ട് ഉണ്ടാവും. അത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പരീക്ഷിച്ച കാര്യങ്ങളാണ് ഞാൻ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയധികം എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. സഹല പറഞ്ഞു സ്വന്തം ജീവിതത്തിന്റെ പ്രതിഫലനമാണ് സഹലയുടെ ക്യാമ്പയിനിൽ നടക്കുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ് സഹലയുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഏത് വിഷയത്തിലായിരുന്നു സഹല പഠിച്ചിരുന്നത്? പിന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിലേക്കാണ് സഹല ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഞാൻ BBAയും MBA ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എൻ്റെ മനസ്സ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചിന്ത എന്താണ്, തോട്ട്സ് എന്താണ്, അങ്ങനെ ഒരുപാട് അതിനെക്കുറിച്ച് റിസർച്ച് നടക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ് എനിക്ക് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു, വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ സ്വപ്നങ്ങൾ റിയാലിറ്റി ആക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാൻ പഠനത്തിൽ ഒരുപാട് മുന്നോട്ടൊന്നും ആയിരുന്നില്ല. എനിക്ക് വായിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ, ഡിസ്ലെക്സിയ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്കിഷ്ടമുള്ള വിഷയത്തിൽ ഞാൻ ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ പല കുട്ടികളും ഞാൻ ഇപ്പോൾ കേട്ടിട്ടുണ്ട്, ഞാൻ വായിക്കാറില്ല, എനിക്ക് വായിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയണത്. വായിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ഇതുവരെ അവർക്കിഷ്ടപ്പെട്ടൊന്നും വായിച്ചിട്ടില്ല. അവർക്കിഷ്ടപ്പെടുന്നത് വായിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ നമ്മളതിൽ ഒരുപാട് ബ്യൂട്ടി കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതിൽ MBA കഴിഞ്ഞെങ്കിൽ കൂടി എനിക്കെപ്പോഴും എന്താ പറയുക, മോർണിംഗ് 9 to 6 ജോലിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഐ ഓൾവേസ് എൻജോയ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ. എന്താ പറയുക, അവരുടെ ലൈഫിൽ ഒരു സം കൈൻഡ് ഓഫ് കോൺട്രിബ്യൂഷൻ എനിക്ക് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ ഫീൽ വെരി മച്ച് ബ്ലെസ്ഡ് അബൌട്ട് ഇറ്റ്. വ്യക്തിത്വ വികസന ക്യാമ്പുകൾ എന്നെല്ലാം പറയുമ്പോൾ ഇത് അപ്ഡേറ്റഡ് ആണ്, പലപ്പോഴും ഇത് മാറിക്കൊണ്ടിരിക്കും. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പ്രോസസ്സിംഗ് അല്ല ഇപ്പോൾ ഉള്ള ഒരു ജനറേഷന് വേണ്ടി വരിക. അതും ഓരോ വിഭാഗത്തിനും മാറി മാറി വരികയും ചെയ്യും. എങ്ങനെയാണ് അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്? എനിക്കൊരു ഡിവിഷൻ ഉണ്ട്, ഞങ്ങൾക്കൊരു ടീമുണ്ട്. അവരെന്താ പറയുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമുണ്ട്. അപ്പോൾ എനിത്തിങ് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ വായിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നെറ്റിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ പുതിയ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കും.
പിന്നെ എന്താ പറയുക, നമ്മുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തെറ്റായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് തിരുത്താനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. പഠിക്കാനുള്ള മനസ്സെന്നുള്ളത് തന്നെ നമ്മൾ പലപ്പോഴും തിരുത്താനുള്ള ഒരു മനസ്സാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ റിസർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. സഹലയ്ക്ക് ഈ മേഖലയിൽ റോൾ മോഡൽസ് ആരെങ്കിലും ഉണ്ട്? ഓപ്ര വിൻഫ്രി എനിക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടപ്പെട്ട വെരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്. ഐ ജസ്റ്റ് ലൈക്ക് ദ വേ ഷീ ടേക്സ് തിങ്സ് ഫോർവേഡ്. അപ്പോൾ വിൻഫ്രി ഷോ പോലുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതായത് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ള ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സീരിയലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കരച്ചിലാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുകൊണ്ടിരിക്കുന്നോ കേട്ടുകൊണ്ടിരിക്കുന്നോ അതാണ് നമ്മുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത്, അതാണ് നമ്മുടെ ജീവിതം ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താൽ, ചിരിക്കാൻ ഫോക്കസ് ചെയ്താൽ, ഹാപ്പിയായ കാര്യങ്ങളിൽ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലും വരാൻ തുടങ്ങും. സോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സംതിങ് എന്താ പറയുക ഒരു റിയൽ ഡിഫറൻസ് ഇൻ തോട്ട് പ്രോസസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുത്തണം എന്നുള്ളത്. അത് എങ്ങനെയൊക്കെ നടപ്പിലാക്കാം എന്നുള്ളതാണ് തോന്നുന്നു ഒരു വലിയൊരു വിഷയമായിട്ട് വരിക. കാരണം സഹല ചെയ്യുന്നതാണെങ്കിൽ ട്രെയിനിങ് സെഷൻസ് ആണ്, അതും പല മേഖലകളിലുള്ള ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. അവരിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമെന്ന് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ചെയ്യാറുണ്ട്. നല്ല റിസൾട്ടുകൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയ വീഡിയോസാണ് ചെയ്യുന്നത്, പക്ഷെ അത് ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തുന്നു എന്നുള്ളത് ആൾക്കാരുടെ ആക്സെപ്റ്റൻസ് ആണ്. ഞാൻ എൻ്റെ ആദ്യം ഒരു വീഡിയോ ഉണ്ടാക്കി എവിടെയും പോസ്റ്റ് ചെയ്യുമോ മാർക്കറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഭയങ്കര വൈറലായി പോയപ്പോൾ ഐ വാസ് റിയലൈസിങ് മറ്റുള്ളവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പീപ്പിൾ ആർ ആക്സെപ്റ്റിംഗ് വിത്ത് ലോട്ട് ഓഫ് ലവ് ആണ്. അപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജസ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഫീല് വരുത്തുന്നത്. എത്ര വർഷമായി സഹല ഈ ട്രെയിനിങ് രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയിട്ട്? 2 വർഷം. എൻ്റെ MBA പഠനത്തിൻ്റെ ഫസ്റ്റ് ഇയർ മുതൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ വ്യത്യസ്ത രീതിയിലുള്ള വിഭാഗങ്ങളെ കണ്ടിട്ടുണ്ടാകും, മികച്ച പല രീതിയിലുള്ള അനുഭവങ്ങളുണ്ടാകും. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും മറ്റു വിദ്യാർത്ഥികളും സഹല പരിചയപ്പെടുന്നവരും. അങ്ങനെ എടുത്തു പറയത്തക്ക അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ വിദ്യാർത്ഥികളുടെ റെസ്പോൺസിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമല്ലാതെ അവർ പങ്കുവച്ച അനുഭവങ്ങളുണ്ട്? ഞാനൊരു സ്കൂളിൽ പോയിട്ടൊരു സെഷൻ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് മാർക്ക് കുറവായതുകൊണ്ട്. ആ ഒറ്റ കുട്ടിയാണ് ആ സ്കൂളിൽ അന്ന് ആ ഒരു ടൈമിൽ തോറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ മരിക്കണം എന്നുള്ള ചിന്തയിലാണ് അവളിങ്ങനെ എന്താ പറയുക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫാമിലിക്ക് നാണക്കേടായി, സ്കൂളിന് നാണക്കേടായി എന്നൊക്കെയുള്ള ഫീലിൽ അവൾ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഇല്ല ഞാനിനി ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കില്ല, എന്താ പറയുക ഇത്ത പറഞ്ഞ തോട്ട് പ്രോസസ്സിൽ പോയി കഴിഞ്ഞാൽ ലൈഫ് വ്യത്യാസം ഉണ്ടാവും, എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അതെന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇൻസ്പയർ ചെയ്തു. ബിക്കോസ് ഇപ്പം ഞാനാണെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് ഡൗൺ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ എന്താ പറയുക ദേ നീഡ് മീ എന്നുള്ളൊരു ഫീലാണ് എന്നെ എപ്പോഴും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും സത്യത്തിൽ 2 ഏരിയ ആണ്. ഒന്ന് വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് കൊടുക്കുന്ന ഒരു ഏരിയ, മറ്റൊന്ന് കൗൺസിലിംഗുമാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് നൽകുക എന്നുള്ളത് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പേഴ്സണൽ കൗൺസിലിംഗ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ എന്താ പറയുക എൻ്റെ പ്രായം വെച്ചിട്ടും എനിക്കിപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് പഠനത്തിൽ ഒരുപാട് ഇനിയും റിസർച്ചിന് ടൈം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ റിസർച്ചും ട്രെയിനിങ്സിലുമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണത്. പിന്നെ എഴുത്തും ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ വളരെ ഇഷ്ടമുള്ള ഒരു ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്ത് ഇഷ്ടമാണ്, കൂടാതെ തന്നെ ചിത്രകാരിയാണ്, എല്ലാ മേഖലകളിലും ഉണ്ട് അപ്പോൾ കയ്യൊപ്പ്. അതെ അതെ അതെ. വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? നല്ല റെസ്പോൺസാണ്, നല്ല സപ്പോർട്ടാണ്. എന്താ പറയുക എന്നെ ഞാനാവാൻ എൻ്റെ ഫാമിലി എന്നും സമ്മതിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ്. ട്രെയിനിങ് സെഷൻ നടത്തുന്നത് പല മേഖലകളിലാണെന്നൊക്കെ നേരത്തെ പറഞ്ഞു. പക്ഷേ എവിടെയെല്ലാം കേന്ദ്രീകരിച്ചിട്ടാണ്? അതായത് കേരളത്തിൽ ത്രൂ ഔട്ട് ചെയ്യുന്നുണ്ടോ, അതല്ല ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് കമ്പനികൾ വിളിക്കുന്നതിനനുസരിച്ച് അവർക്ക് വേണ്ടി പോയി ചെയ്യാറാണോ? അതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് കൊണ്ടുപോകുന്നത്?
ഞാൻ കേരളത്തിലും സെഷൻസ് ചെയ്യാറുണ്ട്. കൊച്ചി ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ചെയ്യാറ്. പുറത്തും ഞാൻ പോവാറുണ്ട്, ട്രാവൽ ചെയ്യാറുണ്ട്. മീൻ ഓർഗനൈസേഷൻസും ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ ഐ ഗോ ദേ. ആൻഡ് ഓൾസോ ദുബായിലും GCC കൺട്രീസിലും ഞാനിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UAE സെഷൻസ് എടുക്കാറുണ്ട്. ഇതിനു വേണ്ടിയിട്ട് സഹലയുടെ ഭാഗത്തു നിന്നുണ്ടാകാറുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്, അതുപോലെ ഡേ ടു ഡേ അപ്ഡേഷൻ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹലയുടെ ഭാഗത്തു നിന്നുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരിക്കും? ഞാനൊരു പെർട്ടിക്കുലർ ആളെയല്ല ഫോളോ ചെയ്യണത്, പക്ഷേ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. ലൈക്ക് റിസർച്ച് നടത്തുമ്പോൾ മതങ്ങളും എങ്ങനെയാണ് ഈ തോട്ട്സിനായിട്ട് അലൈൻ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പഠിക്കാറുണ്ട്. അങ്ങനെ നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്ത്, പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ തോട്ട്സ് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതിനൊരു കാരണം ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ആക്കുക. അപ്പോൾ എന്ത് കിട്ടിയാലും അത് പ്രോസസ്സ് ചെയ്ത് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഏത് കൊച്ചു കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ള ഒരു ഏരിയ. അതെങ്ങനെയാണ്, കാരണം സൈക്കോളജി അല്ലെങ്കിൽ മൈൻഡ് പവർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി മച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുകളാണ്. അപ്പോൾ അത് എടുത്ത് വളരെ കുഞ്ഞു എക്സാമ്പിൾസും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എത്രത്തോളം ആൾക്കാർക്ക് സിമ്പിളായിട്ട് ആ മെസ്സേജ് എത്താൻ പറ്റും, അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു മേജർ പോയിന്റ്. പഠനം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ? അതെ, പഠനം പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതല്ല, അത് തന്നെ ഇനിയിപ്പോ ഇപ്പൊ BBA ചെയ്തെന്നൊക്കെ പറഞ്ഞു, അത്തരത്തിലുള്ള സഹലയുടെ പഠനം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നു? MBA കഴിഞ്ഞു. ഏതായാലും കൂടുതൽ ഏരിയയിലേക്ക് ഇത്തരം ക്ലാസ്സുകൾ എത്തിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുക എന്നുള്ളതൊരു വലിയ ധർമ്മമാണ്, ഒരു വലിയ ഉദ്യമമാണ്. അത് കൂടുതൽ മേഖലകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് സഹല നടത്തുന്നത്? എനിക്ക് കുട്ടികൾക്ക് എത്തിക്കാനാണ്, കോളേജസിലൂടെ എത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. കാരണം ഞാൻ എന്താ പറയുക, എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ആൾക്കാർക്ക് സെഷൻസ് എടുക്കുമ്പോൾ ഇത്രയും വ്യത്യാസം വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൗ പോലെയാണ്, അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് നല്ല രസമായിട്ട് കുഴച്ചിട്ട് നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരു ജനറേഷനിലേക്ക് തന്നെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. കാരണം ഞാനിപ്പോൾ റിയലൈസ് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ ജനറേഷനിലൊക്കെ നല്ല സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് എന്തും ഫേസ് ചെയ്യാം, വലിയ പേടികളൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് വെച്ചാൽ ഒരുപാട് കമ്പാരിസണും പഠനത്തിൻ്റെ ഒരുപാട് സ്ട്രെസ്സും ഒക്കെ വന്നിട്ട് സെൽഫ് കോൺഫിഡൻസ് ലെവൽ വളരെ കുറവാണ്. മാർക്ക് ഒരുപാടുള്ള കുട്ടികളുണ്ട്, പക്ഷെ എംപ്ലോയബിലിറ്റി വളരെ കുറവാണ്. പ്രാക്ടിക്കൽ ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ രീതിയിലേക്ക് എങ്ങനെ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക, മിഷൻ പർപ്പസിലെ ഒരു മേജർ ഏരിയ ആയിട്ട് ഞാൻ എന്നും വിചാരിക്കാറുണ്ട്. അതിലേക്കാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വ്യത്യസ്തമായ ഒരു ഏരിയയാണ്. അതിനനുസരിച്ച് ഒരു കൂടുതൽ ആളുകളെ കാണാനും പരിചയപ്പെടാനും അവർക്ക് വ്യക്തിത്വ വികസനത്തിനെ കുറിച്ചുള്ള പാഠങ്ങൾ പകർന്നു നൽകാനും സഹലയ്ക്ക് ഇനിയും അങ്ങോട്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ഇതൊരു മാർഗമായി തെരഞ്ഞെടുത്തതിന് പ്രത്യേക അഭിനന്ദനങ്ങളും സഹല. താങ്ക് യു.